നമസ്കാരം. PSC ECEC സക്സസ്സിലേക്ക് സ്വാഗതം. ഡൗട്ട് ക്ലിയറിംഗ് സെഷനാണ്. അപ്പോൾ ഇത് കലണ്ടർ ടോപ്പിക്കിലെ ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷനാണ്. ഒരു ക്വസ്റ്റ്യൻ മാത്രം ആയതുകൊണ്ട് അത് വേഗം സോൾവ് ചെയ്തു. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിന് റിമൈനിങ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് കമൻസ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ചെയ്ത് തീർന്നാൽ ഉടനെ തന്നെ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് 2000 January 1st ഈസ് സാറ്റർഡേ, വാട്ട് ഡേ വിൽ ബി 1900 January 1? 100 ഇയേഴ്സിൻ്റെയാണ് കലണ്ടറിലെ. അപ്പോൾ കലണ്ടറിൽ നമുക്കറിയാം ഇയേഴ്സ് ഓർഡിനറി ഇയേഴ്സും ഉണ്ട്, അതുപോലെ ലീപ്പ് ഇയേഴ്സ്. ഇങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇയേഴ്സിന് കൊടുക്കുന്നത്: ഓർഡിനറി ഇയർ ആൻഡ് ലീപ്പ് ഇയർ. ലീപ്പ് ഇയർ, ഇങ്ങനെ രണ്ട് തരത്തിലാണ് നമ്മൾ ഇയേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓർഡിനറി ഇയർ എന്ന് പറയുമ്പോൾ അവിടെ 365 ഡേയ്സ് ആണുള്ളത്. ലീപ്പ് ഇയർ ആണെങ്കിൽ 366 ഡേയ്സും. ഇനി നമ്മൾ കലണ്ടറിൻ്റെ കാൽക്കുലേഷൻ വരുമ്പോൾ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഓഡ് ഡേയ്സ് വെച്ചിട്ടാണ്. ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഡിവൈഡഡ് ബൈ 7 ചെയ്തിട്ട് വരുന്ന റിമൈൻഡർ. ഡിവൈഡഡ് ബൈ 7 ഇതിൻ്റെ റിമൈൻഡറാണ് ഓഡ് ഡേയ്സ് ആയിട്ട് കണക്കാക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ കാരണം 7 ഡേയ്സ് ആകുമ്പോൾ ഒരു വീക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ എക്സ്ട്രാ ആ റിമൈൻഡറിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ ഡേറ്റ് തരുമ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡേറ്റിലേക്ക് എത്തുന്നത്. ഇതാണ് ഓഡ് ഡേയ്സിൻ്റെ കോൺസെപ്റ്റ്. ഇനി കാലണ്ടറിലെ ഡേയ്സിൽ ചില ഇയേഴ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഞാൻ ഈ ചോദ്യത്തെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഓർഡിനറി ഇയറിലാണെങ്കിൽ എത്ര ഓഡ് ഡേയ്സ് ആണ് ഉണ്ടാകുന്നത്? ഒരു ഓർഡിനറി ഇയറിൽ ഒരു ഓഡ് ഡേ ആണ് ഉള്ളത്. അതെങ്ങനെയാണെന്നും പറയാം. ഇത് മനസ്സിലാക്കി വയ്ക്കാൻ, ഒരു ഓർഡിനറി ഇയറിൽ ഒരു ഓഡ് ഡേയും ഒരു ലീപ്പ് ഇയറിലാണെങ്കിൽ 2 ഓഡ് ഡേയ്സുമാണ് ഉള്ളത്. ഇതെങ്ങനെയാണെന്നും കൂടി അറിയാമായിരിക്കാം, പക്ഷേ എന്നാലും ഒന്നും കൂടി പറയാം. 365 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ 35 14 1. ഈ റിമൈൻഡർ, ഇതാണ് ഒരു ഓഡ് ഡേ എന്ന് പറയുന്നത്. നമുക്ക് ഇത് ഓർഡിനറി ഇയറിൽ. ഇനി ലീപ്പ് ഇയർ ആകുമ്പം 365 ഡിവൈഡഡ് ബൈ 7 ആണ് കിട്ടുന്നത്. അപ്പം നമുക്ക് വരുന്ന റിമൈൻഡർ 2 ആയിരിക്കും. 2 ഓഡ് ഡേയ്സ് എന്നാണ് നമുക്ക് വരുന്നത്. നമുക്കത് അല്ലെങ്കിലും അറിയാം. 365 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ ഒരു ഓഡ് ഡേ ആണെങ്കിൽ 365 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ 2 ഓഡ് ഡേയ്സ്. അപ്പോൾ ഇത് കാണാതെ പഠിക്കണം. ഓർഡിനറി ഇയറിൽ ഒരു ഓഡ് ഡേ, ലീപ്പ് ഇയറിൽ 2 ഓഡ് ഡേയ്സ് ആണ് ഉള്ളത്. ഇനി 100 ഇയേഴ്സിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. 100 ഇയേഴ്സ് വരുമ്പോൾ അതിൽ 76 ഓർഡിനറി ഇയേഴ്സ് ഉണ്ട്, 24 ലീപ്പ് ഇയേഴ്സ് ഉണ്ട്. ഇവിടെ 2000 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് 2000നെ കൂട്ടേണ്ട ആവശ്യമില്ല. 1900 ബാക്കിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പം 2000 ലീപ്പ് ഇയർ ആണെന്നുള്ള കൂട്ടേണ്ട. 1900 കഴിഞ്ഞ് 1904 തൊട്ടുള്ളത് കൗണ്ട് ചെയ്ത് വരുമ്പോൾ ആ രീതിയിലാണ്. എന്തായാലും ജനറലായിട്ട് മനസ്സിലാക്കി വെക്കുക. 100 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 76 ഓർഡിനറി ഇയേഴ്സ് ആൻഡ് 24 ലീപ്പ് ഇയേഴ്സ്. അപ്പോൾ 76 ഓർഡിനറി ഇയേഴ്സിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടാകും? ഒരു ഓഡ് ഇയറിൽ ഒരു ഓഡ് ഡേ ആണ്. അപ്പോൾ 76 ഓർഡിനറി ഇയേഴ്സിൽ 76 ഓഡ് ഡേയ്സ് ഉണ്ട്. അതുപോലെ 24 ലീപ്പ് ഇയേഴ്സിൽ 24 × 2 = 48 ഓഡ് ഡേയ്സും ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുക. എത്ര? അപ്പോൾ ടോട്ടൽ ഓഡ് ഡേയ്സ് 76 + 48 124 ഓഡ് ഡേയ്സ് ഉണ്ട്. 124 ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മനസ്സിലാകും 17 വീക്സും +5 ഡേയ്സും കൂടി ഉണ്ടാവും.
124 ഡിവൈഡഡ് ബൈ 7 ചെയ്യുന്നു. അതിൻ്റെ റിമൈൻഡർ 17 വീക്സ് വരും. 7 കൊണ്ട് ഡിവിസിബിൾ ആണ് 119. അത് കഴിഞ്ഞാൽ 5 റിമൈൻഡർ. ഈ 5 റിമൈൻഡർ വരുന്നതാണ് 5. അതാണ് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് 2000-ലെ ഡേറ്റാണ് തന്നിട്ടുള്ളത്. നമുക്ക് ബാക്കിലേക്കാണ് പോകേണ്ടത്. ബാക്ക് ടു 1900-ലേക്ക് പോകണം. അപ്പോൾ ഈ ഓഡ് ഡേയ്സ് എത്രയാണ്? അത് കുറയ്ക്കണം. നമ്മൾ ബാക്കിലോട്ട് പോകുന്നത് കൊണ്ട് ഈ ഓഡ് ഡേയ്സിനെ കുറയ്ക്കുന്നു. ഫ്രണ്ടിലോട്ടാണ് പോകുന്നതെങ്കിൽ ഓഡ് ഡേയ്സിനെ കൂട്ടണം. അപ്പോൾ 2000 ജാനുവരി 1 സാറ്റർഡേ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിലേക്ക് പോയാൽ 1 2 3 4 5 മൺഡേ 5 ഡേയ്സ് ബാക്കിലോട്ട് -5 ചെയ്യുന്നു. മൺഡേ ആയിരിക്കും 1900 Jan 1. അപ്പോൾ ഇതിലാകെ കൂടെ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുക. ഏറ്റവും ഓർക്കേണ്ട കോൺസെപ്റ്റ്, ഒരു 100 ഇയേഴ്സിൽ 76 ഓർഡിനറി ഇയേഴ്സ് ആൻഡ് 24 ലീപ്പ് ഇയേഴ്സ് ഉണ്ട്. ഇനി ടോട്ടൽ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുന്നു. അതിനെ ഫർദറായിട്ട് ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാം. 124 ഓഡ് ഡേയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വീണ്ടും 7 കൊണ്ട് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരണം. 7-ൽ താഴെ ഓഡ് ഡേയ്സ് കിട്ടുമ്പോഴേ നമുക്ക് 7-ൽ താഴെ കൊണ്ടുവരുന്നത് നമുക്ക് ഒരാഴ്ചയിൽ 7 ദിവസങ്ങളാണുള്ളത്. അതുകൊണ്ടാണ് 5 ഡേയ്സ്. ഇനി ബാക്കിലോട്ട് പോയത് നമുക്ക് 2000-ലെയാണ് തന്നിട്ടുള്ളത്. പുറകിലെ കഴിഞ്ഞു പോയൊരു ഡേറ്റാണ് വേണ്ടത്. അപ്പോൾ മൺഡേ എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.